എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ട് ചേടാ എൻ്റെ കാശൊക്കെ ഇതെവിടെ പോയി, ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഇവിടെ പോയി ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം നമ്മൾ ചിലപ്പോൾ കാശ് ദൂർത്തടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന കുറേ സാധനങ്ങൾ ഓർക്കാതെ കുറേ വാങ്ങിച്ചു കൂട്ടി അവസാനം കയ്യിലുള്ള കാശൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. ഇത് എല്ലാവരുടെയും കേസാണ്, പേടിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നമുക്ക്, നന്നാവേണ്ടി നമുക്ക്? അപ്പം അതിനു വേണ്ടിയിട്ട് 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങളിൽ കാശ് ചിലവാക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ. ആദ്യത്തത് നമുക്കറിയാത്ത ആളല്ല, ലിപ്സ്റ്റിക്കും കോസ്മെറ്റിക്കും അങ്ങനത്തെ സാധനങ്ങൾ. നമ്മുടെ ലുക്കേ ഒന്ന് റെഡി ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ വരുന്നത്. ഈ സാധനം മുഖത്തേക്ക് ഇട്ടിട്ട് ഇത്ര നേരം പിടിച്ചു നിന്നാൽ പിന്നെ നല്ല ഗ്ലാമറായി. അപ്പോൾ വിചാരിക്കും അയ്യോ ഇതിൻ്റെ ആയിരിക്കും കുറവില്ല എനിക്ക്, അപ്പം തന്നെ ഒരെണ്ണം ഓൺലൈൻ ഓർഡർ ചെയ്തു. ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്ത് ഓൺലൈൻ മാത്രമല്ല കടയിൽ പോകുമ്പോഴും വെറുതെ ഇങ്ങനെ കടയിൽ പോകും, അവർക്കെന്ത് തോന്നും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേണ്ട വരാൻ എന്നൊരു മനോഭാവത്തോടു കൂടി അവിടുന്നും കുറേ ഷോപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളും ക്രീംസും പെർഫ്യൂം ബോട്ടിൽസും അതിൻ്റെ ഒക്കെ ഒരു എണ്ണ എടുത്ത് നോക്കിയാൽ നോക്കണ്ട, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയണത് പല ഇൻഫ്ലുവൻസേഴ്സും പലതും പറയും, അതവരുടെ ജോലിയാണ്. പക്ഷേ നോക്കിയും കണ്ടും സാധനം വാങ്ങിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അത് പറഞ്ഞപ്പോഴാ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഷോർട്ട് വീഡിയോ കണ്ടിരുന്നോ. ബാക്കി ഒന്നിനെ കുറിച്ചും അങ്ങനെ ഹൈപ്പ് ചെയ്ത് പറയാനൊന്നുമില്ലെങ്കിലും ഫൗണ്ടേഷൻ ആ പറഞ്ഞത് നല്ലതാണ് കേട്ടോ, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ പോയി വാങ്ങിക്കാനല്ല, നമ്മുടെ കയ്യിലുള്ള സാധനം തീരാറായെങ്കിൽ അടുത്തത് വാങ്ങിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോയി വാങ്ങിക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടങ്ങൂ സഹോദരി, പോകേണ്ട കാര്യമില്ല. എല്ലാം തീരുമ്പോൾ ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓൺലൈൻ നോക്കിയിട്ട് അതിന് റിവ്യൂസ് ഒക്കെ നോക്കി വേണമെങ്കിൽ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചോളൂ. കേൾക്കുമ്പോഴേ ചാടിപ്പോയി വാങ്ങിക്കരുത്, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇതുപോലെ കാശ് സ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് കുപ്പായങ്ങൾ. ചില സമയത്ത് നല്ല ഭംഗിയുള്ള കുപ്പായമൊക്കെ ഏതെങ്കിലും കടയിൽ കാണുമ്പോൾ വിചാരിക്കും അയ്യോ നല്ല ഭംഗിയുണ്ട്, ഞാനൊരു ഇത്തിരി തടി കുറഞ്ഞാൽ അതെനിക്ക് പാകാവും. അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ നമ്മൾ പോവില്ല, വാങ്ങിക്കും. തടി കുറയ്ക്കാൻ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പം അതുപോലെ അതവിടെ ഇരിക്കും. തടി കുറഞ്ഞ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായി നമ്മൾ ഇടും. ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നൊരു കാലത്ത്. പക്ഷെ നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്തു. അവിടെ ഉടുപ്പ് കിടക്കണ കണ്ടാൽ പറയും ഞാൻ വരും നിൻ്റെ അടുത്തേക്ക് 5 കിലോ കുറച്ചിട്ട്, അന്നൊന്നും നീ ഇവിടെ ഇല്ലെങ്കിൽ നിന്നെ പോലെ വേറൊരാളെ ഞാൻ എടുക്കും. അങ്ങനെ ഒരു മോട്ടിവേഷൻ ലൈനിലേക്കായി. അപ്പം എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് കുറച്ച് കുറഞ്ഞു. പിന്നെ തടി കുറഞ്ഞില്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇമ്പൾസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ്, തുണികൾ എസ്പെഷ്യലി, അതും ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒറ്റ നേരം അങ്ങ് ഉടുത്ത് പിന്നെ കീറിപ്പോകുന്ന ടൈപ്പ് സാധനങ്ങൾ, ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത മെറ്റീരിയൽസ്, അതൊക്കെ കഴിവതും ഒഴിവാക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു വെതറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് വേർക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മളെല്ലാം ചൂടത്ത്. അപ്പോൾ ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ജർമ്മനി പോലത്തെ ഇങ്ങനെ കോൾഡ് കൺട്രീസിലാണ് ജീവിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് വരുമ്പോൾ ജാക്കറ്റ്സും കോട്ട്സും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആദ്യം വന്നപ്പം ഞാൻ ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പ്രൈമാർക്ക് എന്നൊരു ഷോപ്പ്. അവിടെ നിന്നാണ് ആദ്യം വാങ്ങിച്ചത്. പരാജയമായി. കാരണം നമ്മൾ ഈ തണുപ്പത്ത് ലെയർ ചെയ്തിട്ടിടണ്ടേ, ഒരു വലിയൊരു ജാക്കറ്റ് ഇടുന്നതിനെക്കാട്ടും ലെയർ ചെയ്തിടുന്നത് നല്ലത്. പക്ഷേ ഈ ജാക്കറ്റ് വാങ്ങിച്ച ശേഷം പിന്നെ അതിന് മുകളിലേക്കൊന്നും ലെയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനമായി. പിന്നെ എല്ലാം മാറ്റി ഇപ്പോൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ കുറേ കാലം യൂസ് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലാണ്, കുറേ കാലം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പൈസ അനാവശ്യമായിട്ട് മുടക്കാണ്ട് അത് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് എടുക്കുക. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെപ്പോഴും സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിന് 25 മറ്റേതിന് 50 എന്ന് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ. നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് അറിയോ? എത്ര കാലമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, എത്ര വട്ടം യൂസ് ചെയ്യും, അതാണ് കാലമല്ല വട്ടം, എത്ര പ്രാവശ്യം ഞാനത് യൂസ് ചെയ്യും. അപ്പം അത് കുറേ വട്ടം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കോസ്റ്റ് പെർ യൂസ് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചോ, അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ 25,000 രൂപയുടെ നമ്മൾ സാധനം വാങ്ങിച്ചാൽ അത് പക്ഷേ ഒരു 2 വർഷം യൂസ് ചെയ്താൽ പിന്നെ അതിൻ്റെ വെടി തീരുമെങ്കിൽ 50,000 രൂപ കൊടുത്ത് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം വാങ്ങിക്കുന്നതായിരിക്കും ശരിക്കും ലാഭം. അപ്പോൾ അങ്ങനെ കോസ്റ്റ് പെർ യൂസ് നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. ഇനി ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് വിഷമാവരുത്. വീട്ടിൽ പലപ്പോഴും നമ്മൾ ചെറിയ ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ കാണുന്ന സമയത്ത് നമുക്കൊരു ആവേശം തോന്നി വാങ്ങിക്കുന്നതാണ്. വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് എവിടെയാണോ വെക്കണ്ടേ, ഒന്നിൻ്റെയും കൂടെ ചേരുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരാറില്ലേ? പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാകുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഷോപ്പിംഗ് ഞാൻ നിർത്തി. എന്തെങ്കിലും ഒരു പീസ്
ഭയങ്കര ക്ലാസ്സായി തോന്നുന്നൊരു പീസൊക്കെ ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വാങ്ങിക്കാം, വില കൊടുത്ത് വാങ്ങിക്കാം. അല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇത് എവിടെ കൊണ്ട് വെക്കും, വെച്ച് കഴിഞ്ഞാൽ ഭംഗിക്ക് പകരം അഭംഗി ഉണ്ടാവുക ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് സൂപ്പർ ആയിരിക്കുന്നു. പക്ഷെ അതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ബാക്കിയുള്ള വാൾ കളർ, കർട്ടൻ കളർ, കൂടെയുള്ള ഫേർണിച്ചറിൻ്റെ കളർ, ഇതൊക്കെ മാറ്റർ ചെയ്യും. അപ്പോൾ നമുക്കും അതേപോലത്തെ ഭംഗി ഉള്ള സാധനം വേണം എന്ന് ആഗ്രഹിക്കുന്നത് കറക്റ്റാണ്. പക്ഷെ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരു വൈഡർ പിക്ചർ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കി പർച്ചേസ് ചെയ്താൽ കുറേ പർച്ചേസുകൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഒഴിവാകും. ചില ആൾക്കാർ ആവേശം തോന്നി വാങ്ങിക്കുന്ന ഒരു സാധനമാണ് പെറ്റ്സ്, ഡോഗ്സോ കാറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പക്ഷെ അതിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഇതിനെ ഫീഡ് ചെയ്യണം, ഇതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കണം, നടക്കാൻ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്ക് വീട്ടിലെപ്പോഴും പൂട്ടിടാൻ പാടില്ല. അപ്പം നമ്മൾ കുറേ എനർജിയും ടൈമും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യണം. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ അതിന് പെറ്റ് കെയറിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ നോക്കാൻ ഏൽപ്പിക്കുക, അതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനും ആ പെറ്റിനും നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിരിക്കില്ല നല്ലത്. നന്നായി റിസർച്ച് ചെയ്തിട്ട്, എസ്പെഷ്യലി ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു നായനെ വാങ്ങിക്കണം, എന്ത് നല്ല വാങ്ങിക്കണം എന്ന് എപ്പോഴും പറയും. പക്ഷേ ഈ നായനെ നോക്കാൻ അവനെ തന്നെ നോക്കാനുള്ള കഴിവില്ല, പിന്നെ നായനെ എങ്ങനെ നോക്കും? അപ്പോൾ ഞാൻ നോക്കേണ്ടി വരും, എനിക്കാണെങ്കിൽ അതിന് സമയമില്ല. അപ്പോൾ ഈ പട്ടിക്കുട്ടികളെ, പൂച്ചക്കുട്ടികളെ, അങ്ങനത്തെ പെറ്റ്സിനൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അഡോപ്റ്റ് വിത്ത് എ പ്ലാൻ, ഡോണ്ട് അഡോപ്റ്റ് ആൻ ഇമോഷൻ. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്, പോക്കറ്റിനും നല്ലതാണ്. അടുത്ത ഒരു വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലർക്കും വീട് ഒന്ന് റീമോഡൽ ചെയ്യുക, ഒന്ന് റെനോവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ പലപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പണി തന്നപ്പോൾ ഇങ്ങനെയായി, അല്ലെങ്കിൽ അയ്യോ ഇത്ര ഹൈറ്റ് അല്ല ഇത് വേണ്ടിയിരുന്നത്, അങ്ങനത്തെ ഒക്കെ ഓരോ കംപ്ലയിൻറ്റ്സ്. അത് നമ്മൾ ആവശ്യത്തിന് റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. ഞാൻ പറയുന്നത് എല്ലാ റെനോവേഷൻസും പ്രശ്നം ആണ് എന്നല്ല, പക്ഷേ നമ്മൾ അവിടെ കുറച്ചുകൂടി ഒരു എക്സ്പേർട്ടീസ് ആരുടെയെങ്കിലും സ്വീകരിച്ചിരുന്നെങ്കിൽ പലപ്പോഴും നന്നാവുമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും ഓൾറെഡി ഇത്ര കാശുണ്ട്, അപ്പോൾ അതിൽ ഇവർക്ക് കൂടെ കാശ് കൊടുത്താൽ പിന്നെ നമ്മുടെ ബഡ്ജറ്റ് തകരുമല്ലോ, അതുകൊണ്ട് അത്രയും മതി. അൺപ്ലാൻഡ് ആയിട്ടുള്ള റെനോവേഷൻസ് എപ്പോഴും കാശ് കാർന്നു തിന്നും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ ലൈറ്റ് നന്നാകുമെന്ന്, പക്ഷെ വെച്ച് കഴിയുമ്പോൾ അത് കൊള്ളൂല. പെയിൻറ് ഇതടിച്ചാൽ നന്നാവും. പെയിൻറ്റിൻ്റെ കാര്യം പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. പെയിൻറ് അടിച്ച് അടിപൊളിയായിരിക്കും, അത് അടിച്ചു കഴിഞ്ഞ ശേഷം കൊള്ളൂല. അങ്ങനെ നമ്മുടെ റിസർച്ച് ഇൻകംപ്ലീറ്റ് ആവുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വിസിബിൾ ആകാറുണ്ട്. കാശ് കൊടുത്തിട്ട് പ്രോബ്ലം വാങ്ങിക്കുന്നതാണ് അങ്ങനത്തെ പരിപാടികൾ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ചിലവഴിക്കുമ്പം സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇപ്പം എല്ലാവരും ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീടുണ്ടാവും, കിച്ചൺ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നവർ. അങ്ങനെയാണ് ശരിക്കും കുറേ കാശങ്ങ് തീരും. എസ്പെഷ്യലി നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കാശ് ചിലവാകും. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരാൾ പാർട്ട് ടൈമായി വന്നിട്ട് കുക്ക് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഹെലോ ഫ്രഷ് എന്നൊക്കെ ഒരു പരിപാടിയുണ്ട്. അവർ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളും റെസിപ്പി മാത്രം ഓരോ ദിവസവും കൊണ്ടുതരും, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, നല്ലതാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുന്നതിനേക്കാളും ഇവിടെ കുറച്ചുകൂടെ എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും അവർ ഹെലോ ഫ്രഷിൻ്റെ റെസിപ്പീസ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും എക്സ്പെൻസും ഉണ്ടാവും. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റണം. കുക്ക് ചെയ്യുമ്പോൾ നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ പുറത്തുനിന്ന് തിന്നുന്ന കാര്യം വരുന്നതല്ലേ. അതിലൊരു കാര്യം ചെയ്യാവുന്നത്, ഒന്ന് നമുക്ക് എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് എവിടെയെങ്കിലും ഫോണിലോ ബുക്കിലോ എഴുതി വെക്കുന്ന നന്നായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ രാത്രി കിടക്കുമ്പോൾ നാളെ എന്തുണ്ടാക്കുക എന്നൊരു ഫീലിംഗ് വരിക. അപ്പം നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നോക്കിയിട്ട് ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. മറ്റേത് നമ്മൾ ആലോചിച്ചാൽ അയ്യോ പുട്ട്, ദോശ, ചപ്പാത്തി ഇതല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കുക, വേറെ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ ലോകത്ത് എന്നൊരു ഫീലിംഗ്. ആകെ 2-3 ഐറ്റംസ് മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരു ഫീലിംഗ് വരും. ഞാൻ പ്രാക്ടിക്കലായി ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് പറയണേ, ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന സംഭവമാണ് ഒരു ലിസ്റ്റ്. അതുപോലെ തന്നെ മീൽ പ്രെപ്പ് ചെയ്യാം. ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഉള്ളിയും തക്കാളിയാണല്ലോ നമ്മുടെ മിക്ക ഫുഡ് ഐറ്റം ഉണ്ടാക്കാനും വേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റി വെക്കും. അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നൊരു കാര്യമാണ്. കുറേ ടൈം എടുക്കും, എന്നാലും ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീക്ക് നോക്കണ്ട, നല്ല സുഖമായിട്ട് ആ വീക്കും കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക്
മീൽ പ്ലാൻ ചെയ്ത് വെക്കാം. ഇന്ന ദിവസം ഇന്ന സാധനമാണ്. അപ്പം നമുക്ക് സാധനം ഇല്ലെങ്കിൽ ആ ലിസ്റ്റ് നോക്കിയിട്ടോ ഇന്ന് ഇത് വാങ്ങിക്കണം, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഹെൽത്തും വെൽത്തും പ്രശ്നത്തിലാക്കുന്നതിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ മീൽസ് ഉണ്ടാക്കാം. ശരിക്കും ഈ റീറ്റെയിൽ തെറാപ്പി എന്നൊക്കെ ആൾക്കാർ പറയും, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. അത് ശരിക്കും ഒരു തെറാപ്പി ഒന്നുമല്ല. അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സന്തോഷം കണ്ടെത്തുക അത്ര നല്ല കാര്യമില്ല. നമ്മളെ തന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ വേറെ പലതും ആ മേഖലയിൽ കാണിച്ചു കൂട്ടും, റീറ്റെയിൽ തെറാപ്പി എന്ന് പറയുന്ന മേഖലയിൽ. അപ്പം ഈ മേഖലകളിലൊക്കെ കുറച്ച് പിടിച്ച് ചെലവഴിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എവിടേക്കാണ് നന്നായി ചെലവഴിക്കേണ്ടതെന്ന് കൂടെ പറയാം. ആദ്യത്തെ കാര്യം ആരോഗ്യമാണ്. ഈ ഹാബിറ്റ്സിലെ നമ്മൾ എന്നും സ്നാക്ക് ചെയ്യുന്നത്, എന്നും സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും അൺഹെൽത്തി ആയിട്ടുള്ളത്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. അതായിരിക്കും നിങ്ങളുടെ വില്ലൻ. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഭയങ്കര അഗ്രസീവ് സ്മോക്കേഴ്സ് ആണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ വില്ലൻ. ടൈനി ഹാബിറ്റ്സ് ആണ് നമ്മുടെ ലൈഫിനെ മേക്കോ ബ്രേക്കോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. അതിൽ തന്നെ ഇപ്പോൾ സ്നാക്ക് ചെയ്യണ്ടെന്നല്ല പറയണേ, പക്ഷേ അതിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് എങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അത്യാവശ്യം വേണ്ട പ്രോട്ടീൻ വരുന്നുണ്ടോ? ആ പ്രോട്ടീനൊക്കെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ ആശുപത്രിയിൽ പോയി കിടക്കണേക്കാട്ടും നല്ലതല്ലേ കുറച്ച് പ്രോട്ടീനൊക്കെ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പറയണത് പില്ലോ മാട്രസ് ഒക്കെയാണ്. നടുവേദന അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല, കഴുത്ത് വേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പില്ലോ മാട്രസ് ഒക്കെ മാറ്റാൻ സമയമായിട്ടുണ്ടാവും. അത് നല്ലൊരു മാട്രസും പില്ലോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് നന്നാവും. കാരണം ഇല്ലെങ്കിൽ അന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേദന, പിന്നെ ജീവിതകാലം മുഴുവൻ നടുവേദന. നമ്മുടെ ലൈഫിൻ്റെ ഏകദേശം ഒരു 1/3 നമ്മൾ സ്ലീപ്പ് ചെയ്യാണ് എന്നാണ് കണക്ക് പറയണത്. അപ്പോൾ മാട്രസും പില്ലോ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്, യോഗ ക്ലാസ്സസ്, സ്വിമ്മിങ് ക്ലാസ്സസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ റെഗുലറായിട്ട് ഡെന്റൽ ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പ് അതൊക്കെ ചെയ്യാൻ പോവാം. അറിയാലോ, പല അസുഖങ്ങളും നമ്മൾ അറിയില്ല, വന്നു കഴിഞ്ഞാലാണ് അയ്യോ ഇതുണ്ടായിരുന്നു എന്ന് അറിയാം. അപ്പോൾ റെഗുലറായിട്ടുള്ള ചെക്കപ്പ്സ് നടത്തുക. അടുത്തത് നമുക്ക് പൈസ തിരിച്ചു തരുന്ന സ്കിൽസ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ബുക്സ് അല്ലെങ്കിൽ കോഴ്സസ് അതൊക്കെ വാങ്ങിക്കാം. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ഓൺലൈൻ കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് പഠിക്കാറുണ്ട്. അവർക്ക് ആ പ്രായത്തിൽ ഇപ്പോൾ വന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്സ്കിൽ ചെയ്യാണ്. ബുദ്ധിയുള്ള ആൾക്കാർ എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. അവർ എന്താണ് ഇന്ന് അതിനേക്കാളും നാളെ ഇത്തിരിയുടെ ബെറ്റർ ആവണം. അപ്പം നമ്മൾ എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് ബെറ്റർ ആവുക? അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് ഇംഗ്ലീഷാണ് നമുക്കൊക്കെ അത്യാവശ്യം ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു സ്കിൽ അല്ലെ. പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ജനറലി തന്നെ ഇനിയുള്ള തലമുറയൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളും അവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഇംഗ്ലീഷ് കോഴ്സസ് എടുക്കാം. അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് പഠിക്കാം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ, മെമ്മറി, അതിനൊക്കെ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള നല്ല ലാംഗ്വേജസ് എന്ന് വെച്ചാൽ ചൈനീസ് പഠിക്കാം. അല്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ കൊറിയൻ ഇഷ്ടമാണ്, അപ്പോൾ കൊറിയൻ പഠിക്കാം. അറബി പഠിക്കാം, അത് കുറേ ആൾക്കാർ സംസാരിക്കുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ സ്പാനിഷ് പഠിക്കാം, ജർമ്മൻ പഠിക്കാം. ഇതൊക്കെ ഒരു സ്കില്ലങ്ങ് അക്വയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെക്കാൾ ഇന്ന് ബെറ്റർ ആവും. അടുത്തത് നമ്മുടെ സമയം നമുക്ക് ലാഭം കിട്ടുന്ന ചില ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പണ്ടൊക്കെ വാഷിംഗ് മെഷീനൊന്നും അധികം ഉപയോഗിക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ. പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാ വീടുകളിലും ആയി. അപ്പോൾ എത്ര സമയം സേവ് ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പുറകെ അലക്കി കുത്തി നിൽക്കണ്ടല്ലോ. തുണികൾ ഇട്ട ശേഷം നമുക്ക് വേറെ പണിയിൽ ഏർപ്പെടാം അല്ലേ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഡിഷ് വാഷർ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ജർമ്മനിയിൽ വന്ന് താമസം തുടങ്ങിയ ശേഷം എല്ലാ വീട്ടിലും കാണുന്ന സാധനമാണ് ഡിഷ് വാഷർ. അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ആ ഡിഷസൊക്കെ എടുത്ത് വെച്ചാൽ മതി. പാത്രം കഴുകുക എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച്, വൈകുന്നേരത്തെ ഡിന്നർ, പിന്നെ പിള്ളേരുണ്ടെങ്കിൽ ഇതൊന്നും പോരാണ്ടുള്ള വേറെ പ്ലേറ്റ്സ്, ഇതൊക്കെ കഴുകേണ്ടി വരും. ഏത് നേരം കഴുകാൻ തന്നെ ഒരാൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടി വരും. അപ്പോൾ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമായി. അതിലങ്ങ് പ്ലേറ്റ്സ് എടുത്ത് വെക്കുക. നല്ല വാട്ടർ സേവിങ് കൂടിയാണ്. നമ്മൾ മാനുവലി കൈകൊണ്ട് കഴുകണക്കാട്ടും ഡിഷ് വാഷറിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. വൃത്തിയാവും കേട്ടോ നന്നായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഞാൻ വാക്യൂം ക്ലീനേഴ്സ് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. നമുക്ക് ഈ ചൂലെടുത്ത് അടിച്ചു വരുന്നേക്കാളും വാക്യൂം ക്ലീനർ ആകുമ്പം ഓൾറെഡി ആ പൊടിയൊക്കെ സക്ക് ചെയ്തങ്ങ് എടുക്കും. അതും നല്ലൊരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടിപൊളി. എന്താ പലരും ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാശുണ്ടെങ്കിൽ ഞാൻ വേറൊരു സാധനം വാങ്ങിക്കാമല്ലോ എന്നാ. പക്ഷെ അത് പണ്ടത്തെ ഒരു ചിന്താഗതിയാണ്. നമ്മൾ പണ്ട് പൈസ സേവ് ചെയ്യാം, ടൈം കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആൾക്കാർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈം നമുക്ക് തിരിച്ചു കിട്ടില്ല. പൈസ വീണ്ടും നമുക്ക് സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ടൈമാണ് എല്ലാവരും ഇവിടെ ലാഭിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെയുള്ള ഓരോരോ ടൂൾസും ഓരോരോ മെഷീൻസും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. അടുത്തത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെയർ. എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമ്മളൊരു കസേര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കസേര നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും. നേരത്തെ പറഞ്ഞ ഹാബിറ്റ്സിൻ്റെ
ആ ഒരു ഇതിൽ വരുന്നതാണത്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, റണ്ണിങ് ഷൂസ്. ഞാൻ ഇടയ്ക്ക് ഒരു പെയർ ഓഫ് ഷൂസ് വാങ്ങിച്ചിട്ട് എൻ്റെ ദൈവമേ എൻ്റെ കാല് ഭയങ്കര വേദനയായിരുന്നു ഓടുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓടാതെ ഓടി തുടങ്ങിയപ്പോൾ വേദനയാണ്. പക്ഷെ ഞാൻ പിന്നീട് വേറൊരു പെയർ ഷൂസ് വാങ്ങിച്ചിട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ആ പ്രശ്നം കൊണ്ട് മാറി. ഷൂസ് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കാല് ഓരോ ടൈപ്പാണ് ഇരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് വീതിയുള്ള, അപ്പോൾ നമുക്ക് ചില ഷൂസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുടിയും കിടക്കും വിരലുകൾ, അപ്പോൾ വേദനിക്കും. അത് സ്ഥിരമായിട്ട് നമ്മൾ അതിട്ട് ഓടുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫീച്ചേഴ്സിനനുസരിച്ച് ഉള്ള സാധനങ്ങൾ, ഇപ്പോൾ കസേരയാണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും കിച്ചണിലെ ടൂൾസ് ആണെങ്കിലും ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് അത് എത്രത്തോളം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ ഹൈ ആൻഡ് ക്വാളിറ്റിയിൽ കുറേ കാലം നിൽക്കുന്ന, എളുപ്പം നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ടൂൾസും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിക്കാം. അടുത്തത് എക്സ്പീരിയൻസസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എക്സ്പീരിയൻസസ് കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ്? നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുക, ബുക്സ് വായിച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടും, പക്ഷെ നേരിട്ട് അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ. ട്രാവൽ ചെയ്യുന്നത്, പല പല ഈവൻറ്റ്സ് പങ്കെടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഈ സ്കിൽസ് പറഞ്ഞപ്പോൾ കുട്ടികൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, അതൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പലപ്പോഴും പാരൻസ് ഒക്കെ വിചാരിക്കുക ഞാൻ ഈ വിഷയത്തിലൊരു ട്യൂഷൻ കൂടെ എടുത്തു കൊടുക്കുക അപ്പോൾ കുഴപ്പമില്ല, അതിന് സ്പെൻഡ് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ആക്ച്വലി നല്ല ഇൻവെസ്റ്റ്മെന്റാണ് കുട്ടികളുടെ കേസിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പലപ്പോഴും ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ സെൽഫ് കെയർ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഭയങ്കര സെൽഫിഷ് ആണെന്നാ. സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് സമയവും എനർജിയും മണിയും ഒക്കെ സ്പെൻഡ് ചെയ്യണം. അത് എങ്ങനത്തെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യണം? എപ്പോഴും നമ്മൾ കോസ്മെറ്റിക്സിൽ പോയാൽ ചിലപ്പോൾ നമ്മുടെ വഴി തെറ്റിപ്പോവും. അത്യാവശ്യത്തിന് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അത് മാത്രം ഇങ്ങനെ റെഗുലറായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അപകടമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ വേണമെങ്കിൽ ഒരു മസാജിന് പോവാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്വിമ്മിങ് ക്ലാസ്സസിന് പോവാം, അല്ലെങ്കിൽ സുംബ ക്ലാസ്സസിന് പോവാം, യോഗ കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പെഡിക്യൂറോ മാനിക്യൂറോ ഒരു രസത്തിന് ചെയ്യുക, ഒരു മസാജിന് പോവുക. അപ്പോഴൊക്കെ നമ്മളെ ഒന്ന് കെയർ ചെയ്യല്ലേ. അല്ലെങ്കിൽ കുട്ടികളുള്ള അമ്മമാരാകുമ്പം ഇതൊക്കെ എവിടെ ഞങ്ങൾക്ക് പറ്റുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. കുട്ടീനെ ഒരു നമുക്ക് റിലയബിളായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കെയർ ഗീവറിനെ ഏൽപ്പിച്ച്, അതിപ്പോൾ പൈസ കൊടുത്ത് നമുക്കൊരാളെ ഹയർ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം ഒരു സമാധാനത്തിന് സന്തോഷത്തിൽ പുസ്തകം വായിക്കാനോ ഒന്ന് നടക്കാൻ പോകാനോ ഉള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ സെൽഫ് കെയറിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ യൂലാണ്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, അത് എന്തായാലും എടുക്കണം. നമുക്ക് എന്തൊക്കെ തരം അസുഖങ്ങൾ, അതിനൊക്കെ എത്ര ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഒന്നും നമുക്കിപ്പോൾ പ്രവചിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സംഭവം ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡറ്ററി ആയിട്ട് എടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല ആൾക്കാരും വലിയ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരു ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് റിട്ടയർമെന്റിനൊക്കെ ശേഷം ഒരു പ്ലാൻ വേണം. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്? ഇപ്പം നമ്മുടെ ശമ്പളമൊക്കെ നിൽക്കും അല്ലേ, പെൻഷൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല, ബിസിനസ്സുകാർക്കാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യേണ്ടത്? ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എമർജൻസി ഫണ്ടാണ്. നമുക്ക് ഇപ്പോൾ ഒരു മാസം എന്തൊക്കെയാണ് ചിലവുകൾ വരികയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ഇപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ അത്, കുട്ടികളുടെ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ അത്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്, റെന്റ് ഉണ്ടെങ്കിൽ അത്. അപ്പം ഇങ്ങനെയൊക്കെ എസെൻഷ്യലായി നമ്മൾ പേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഗ്രോസറീസിന് എത്ര വേണം, സാധനങ്ങൾ എത്ര വേണം ഒരു മാസത്തെ ചിലവിന്. അപ്പോൾ ആ ഒക്കെ ഒരു കണക്കുണ്ടാക്കിയിട്ട് 6 മാസത്തേക്ക് നമുക്ക് വരുമാനം ഒന്നും ഇല്ലെങ്കിലും ഒരു എമർജൻസി ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫണ്ട് ഉണ്ടാക്കി വെക്കുക, 6 മാസത്തേക്കുള്ളത്. അപ്പോൾ ഓരോ മാസത്തെ ചിലവ് നോക്കുക, × 6 ചെയ്യുക. ആ എമൗണ്ട് നമ്മൾ എമർജൻസി ഫണ്ടിലേക്ക് അവിടെ നിക്ഷേപിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ തന്നെ പറയുമ്പോൾ നമ്മളിത് വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമുക്കൊരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, സിപ്പ് എന്നൊരു സംഭവമുണ്ട്. ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൊമോട്ടറല്ല, ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ക്രിട്ടിക്കലായ സമയങ്ങളിൽ ഈ സിപ്പിലെ കാശ് ഉപയോഗിച്ച് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ സിപ്പുകൾ മെല്ലെ ഒരു 1000 രൂപയോ 2000 രൂപയോ മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അത് മ്യൂച്വൽ ഫണ്ട് പോലെയാണ്, പക്ഷെ മന്ത്ലി ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ സ്റ്റോക്സ് ഒന്നും നമ്മളായിട്ടോ ഞാൻ ഇത്തിരി ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ കുറച്ച് മാരുതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് ഫണ്ട് മാനേജർക്കൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അധികം തല പോയിക്കേണ്ട, പകരം നമ്മൾ ആ ഒരു കൃത്യ എമൗണ്ട് ഏതെങ്കിലും ഒരു സിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന സിപ്പ് എന്നില്ല, കുറച്ച് മാർക്കറ്റിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക, കുഴപ്പമില്ലാത്ത സിപ്പ് ഏതാ. ഷോർട്ട് ടേമിൽ നന്നായി പെർഫോം ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, ലോങ് ടേമിൽ എപ്പോഴും നന്നായി പെർഫോം ചെയ്തതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നണേ പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറും, എന്നാലും ലോങ് ടേമിലേക്ക് അത് ഒരു നല്ല സസ്റ്റൈനബിൾ ഓപ്ഷനാണ്. സിപ്പ് തന്നെ എമർജൻസി ഫണ്ട് ആക്കണമെന്നില്ല, ഞാൻ പറയാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിപ്പ് പോലെ എടുത്തൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി പിന്നെ ഫണ്ടാക്കി എടുത്ത് വെക്കുക, എളുപ്പം കിട്ടാവുന്ന രീതിയിൽ, എളുപ്പം എടുക്കാവുന്ന രീതിയിൽ ലിക്വിഡ് ഫണ്ടായിട്ട് എടുത്ത് വെക്കുക. പിന്നെ വേറെ സിപ്പ് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തുടങ്ങാം. ഈ സിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് ചിലവായി പോകും.
അപ്പം നമ്മൾ സിപ്പിലേക്ക് ഇട്ടാം, മന്ത്ലി ആ സാലറി കിട്ടുമ്പോൾ അപ്പം തന്നെ സിപ്പിലേക്ക് ഇങ്ങോട്ട് മാറ്റിയാൽ അതൊരു സേവിങ് ആയിട്ട് അവിടെ കിടക്കും. ഈ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറഞ്ഞ മാതിരി ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ സിപ്പ് തുടങ്ങിയപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെയും പിടിച്ചിട്ട് അതിലേക്ക് പ്രചോദനം കൊടുത്തിരുന്നു. അപ്പോഴല്ല, ഞാൻ തുടങ്ങിയ സമയത്തല്ല, ആൾക്കിങ്ങനെ ഞാനൊരു സജഷൻ പറഞ്ഞു ഇങ്ങനെ സിപ്പ് നല്ലതാണെന്ന്. അപ്പോൾ അങ്ങനെ ആൾ തുടങ്ങി. ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. എൻ്റെ ബാങ്കിലൊന്നുമല്ല, വേറൊരു ബാങ്കിലായിരുന്നു, ആൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ. അത് തന്നെ കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഞാനിവിടെയായി, അവൾ അവിടെ ഹൈദരാബാദാണ്. കുറേ കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ സിപ്പിലെ കാശ് കൊണ്ടാണ് ആൾക്ക് ഹയർ എഡ്യൂക്കേഷന് പിന്നീട് പോകേണ്ട സമയത്ത് വിദേശ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ആൾക്ക് പോകേണ്ടി ഒരു സാഹചര്യം വന്നപ്പോൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പാരൻസിനോട് ചോദിക്കാൻ നിന്നില്ല, പകരം ഈ സിപ്പിലെ കാശ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു വെച്ചാൽ അല്ലേ, ഉള്ള സമയത്ത് എന്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ആ ഒരു സെറ്റപ്പ് ആക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാത്ത വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ലൈക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എവിടേക്കാണ് കാശ് സ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്തത്, എവിടേക്കാണ് അൺനെസസറി ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള വേറെ കുറേ ചതിക്കുഴികൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്താൽ തന്നായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്നത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എനിക്കറിയാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത കുറേ മേഖലകൾ ഉണ്ടായിരിക്കാം, അല്ല എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നത് ഷെയർ ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.